ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഒരു ദിവസത്തെ ജോലിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. രാവിലെ എഴുന്നേറ്റത് തൊട്ട് രാത്രി കിടക്കുന്നത് വരെയുള്ള എല്ലാ ജോലികളും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഒറ്റത്തവണയായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, പരമാവധി ശ്രമിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. രാവിലെ എഴുന്നേറ്റ് പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ ഉടനെ ഓരോ കപ്പ് ചായ കുടിക്കുകയാണ് പതിവ്. മുമ്പൊന്നും ഞാൻ ചായ കുടിക്കാറില്ലായിരുന്നു. ഇപ്പോൾ പിന്നെ കൊറോണ കാലമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, അപ്പോൾ ചായ കുടിയൊക്കെ ശീലിച്ചു. ഇപ്പോൾ ചായ ഇല്ലാതെ കഴിയില്ല. അങ്ങനെ ഓരോ കപ്പ് ചായ കുടിച്ചതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇന്ന് കുറച്ച് സ്റ്റീം ചെയ്തെടുക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മൾ കാസർഗോഡ് സ്പെഷ്യൽ കടുമ്പാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ കടുമ്പിൻ്റെ റെസിപ്പി ഞാൻ 2 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. സാധാരണയായിട്ട് കടുമ്പിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കാറില്ല. അതുകൂടാതെ ഇത് പച്ചരി അരച്ചെടുക്കുന്ന ടൈമിൽ തേങ്ങയും സവാളയും മാത്രമാണ് ചേർക്കുന്നത്. ഇന്ന് ഞാൻ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ഒറോട്ടിക്കൊക്കെ പൊടിച്ചെടുക്കുന്ന പുഴുങ്ങലരി പൊടിച്ചതുണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾ തിക്കാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ 2 ദിവസം മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണയായിട്ട് കടുമ്പ് വെള്ള കളറിലാണ് ഉണ്ടായിരിക്കുക. ഇന്ന് ഞാൻ ഒരു കളർ ചേഞ്ച് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് 2 രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് സാധാരണ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കുന്നു, പിന്നെ വേറൊരു രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. കണ്ടല്ലോ, ഇത് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയതിന് ശേഷം വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ കാസർഗോഡുള്ളവർ കോഴിക്കടുമ്പ് എന്നാണ് പറയുന്നത്. കോഴിക്കറി ഉണ്ടാക്കിയിട്ട് അതിൽ ഈ അപ്പം ഇട്ടിട്ട് വിളയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കക്കറോട്ടി ഉണ്ടാക്കുമല്ലോ, അതുപോലെയാണ് ഈ കോഴിക്കടുമ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാക്കുന്നില്ല, കറി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇല്ലെങ്കിൽ കുറച്ച് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. അതിനുശേഷം വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ആദ്യം ബെഡൊക്കെ വിരിച്ച് വെച്ചതിന് ശേഷം വീടൊക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്യണം. ഇത് രാവിലെ എഴുന്നേറ്റ ഉടനെ ചെയ്യുന്ന ജോലിയാണ്. പക്ഷേ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഫസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചു. അതിനുശേഷം മുറ്റത്തോട്ട് ഇറങ്ങി ചെടികളൊക്കെ ഒന്ന് നനച്ചെടുക്കണം. രാവിലെ എഴുന്നേറ്റ ഉടനെ ഇതുപോലെ വീട് ക്ലീൻ ചെയ്യുക, അതുപോലെ ചെടികളൊക്കെ നനച്ചെടുക്കുക, മുറ്റടിച്ച് വാരുക, ഇതൊക്കെയാണ് രാവിലെ ചെയ്യുന്നത്. അതിന് ശേഷമാണ് ഞാൻ സാധാരണയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ 9 മണിയൊക്കെ കഴിഞ്ഞാലേ ഞാൻ ഫുഡ് ഉണ്ടാക്കുള്ളൂ. പക്ഷേ ഇന്ന് സ്റ്റീം ചെയ്തെടുക്കേണ്ടതായതുകൊണ്ട് തന്നെ ചിലപ്പോൾ വെന്ത് കിട്ടിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് തന്നെ അത് അടുപ്പിലാക്കാമെന്ന് വെച്ചു. ഇതുപോലുള്ള കടുമ്പുണ്ടാക്കുമ്പോൾ നമുക്ക് എളുപ്പമാണ്. ഇത് പെട്ടെന്ന് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ സ്റ്റീം ചെയ്തെടുക്കാനാണ് കുറച്ച് ടൈം വേണ്ടത്. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഈ ചെടികളൊക്കെ ഞാൻ എൻ്റെ വലിയ ചെടിയിൽ നിന്നും കട്ട് ചെയ്തിട്ട് വെച്ചതാണ്. കണ്ടല്ലോ, ഇതിൽ നിന്നൊക്കെ ചെറിയ ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു ചട്ടിയിലാക്കിയതാണ്. അപ്പോൾ മഴക്കാലമൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു ചട്ടികൾ മാറ്റിയിട്ട് മഴ കൊള്ളാത്ത സ്ഥലത്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. എൻ്റെ ചട്ടികളൊന്നും എടുത്ത് മാറ്റാൻ കഴിയില്ല, കാരണം വലിയ ചട്ടികളാണല്ലോ, സിമൻറ്റ് ചട്ടികളാണ്. അപ്പോൾ അതൊന്നും എടുത്തിട്ട് മഴ കൊള്ളാത്ത സ്ഥലത്തൊന്നും വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുഞ്ഞു കുഞ്ഞു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ എൻ്റെ കോഴികൾക്കൊക്കെ തീറ്റി കൊടുക്കണം. കോഴികളൊക്കെ കുറവാണ്, ഇപ്പോൾ 5-8 കോഴികൾ മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പ് കുറേ കോഴികളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കുറച്ച് കടുമ്പ് ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് വൈകിട്ട് എങ്ങനെ സ്നാക്കായിട്ടൊക്കെ കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാനിതൊന്ന് ഫ്രൈ ചെയ്ത് വെക്കുകയാണ്. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒരു ലിക്വിഡാക്കി എടുക്കുക. അതിനുശേഷം ഈ കടുമ്പ് ഇതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
നല്ലൊരു ടേസ്റ്റാണ് ഇതുപോലെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതും അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് കട്ടൻ ചായയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റായിരിക്കും. അപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് പിന്നെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വെച്ചു. നമ്മൾ ചിലപ്പോഴൊക്കെ ഇതുപോലെ മാത്രം ഉണ്ടാക്കിയെടുക്കാറുണ്ട്, സ്നാക്കായിട്ട് തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കൽമാസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോലെ തന്നെയാണ് ടേസ്റ്റ്, ഉള്ളിൽ മസാലയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുന്ന ടൈമിൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇത് ഫ്രൈ ആയിട്ട് വരും. ഇതിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും അതുപോലെ ഉണ്ടാക്കിയതൊക്കെ ആയ കുറച്ച് പാത്രങ്ങളുണ്ട്. അതാത് ടൈമിൽ തന്നെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ എല്ലാം കൂടി കൂടുതലായിട്ട് കാണുമ്പോൾ തന്നെ ഭ്രാന്ത് പിടിക്കും. എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യം ഇത് തന്നെയാണ്. പ്ലേറ്റുകളും പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യലാണ് എനിക്ക് ഏറ്റവും മടിയുള്ളത്. ബാക്കിയുള്ള പണികളൊക്കെ അങ്ങനെ ചെയ്തു പോവുമെങ്കിലും എനിക്കൊരു ഭാരമായിട്ട് തോന്നുന്നത് ഈ പാത്രങ്ങളാണ്. എത്ര കഴുകിയാലും പിന്നെയും പാത്രങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കൗണ്ടർ ടോപ്പൊക്കെ ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കും. ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത് ചോറിൻ്റെ പണികളും കൂടി കഴിഞ്ഞാലാണ്, ഇല്ലെങ്കിൽ വീണ്ടും ആകെ നാശമാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പിന്നെ കിച്ചണിലേക്കൊരു 10:30 ആയാൽ മാത്രമേ ഇറങ്ങുള്ളൂ ചോറിൻ്റെ പണികളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. അതേസമയം ഞാൻ യൂട്യൂബ് നോക്കുക, അതുപോലെ പേപ്പറൊക്കെ വായിച്ച് അങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയായപ്പോഴേക്കും നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2ാം ഭാഗം ഞാൻ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാം. ചോറുണ്ടാക്കുന്നത് തൊട്ടിട്ട് രാത്രി വരെയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.